ഓണം സ്പെഷ്യലായിട്ട് തയ്യാറാക്കാവുന്ന തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാബേജ് തോരൻ റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അത് ഏറ്റവും എളുപ്പത്തിൽ നല്ല ടേസ്റ്റോട് കൂടി തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ക്യാബേജിൻ്റെ കൂടെ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുക. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് കാണാം. എല്ലാവർക്കും ലിനൂസ് ഫുഡ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇതുപോലെ ഒരു ക്യാബേജിൻ്റെ പകുതി പോർഷനാണ് എടുത്തിട്ടുള്ളത്. ഒരു വലിയ ക്യാബേജാണ്, അപ്പോൾ നമുക്കത് അത്രയും വേണ്ട, പകുതി മതി. അത് കൊത്തിയരിഞ്ഞെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളം പോകാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ഒരു ചെറിയ സവാള കൊത്തിയരിഞ്ഞതും 2 പച്ചമുളകും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് പരിപ്പാണ്. പീസ് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/4 കപ്പ് പീസ് പരിപ്പ് മതി. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമുക്കിത് കുക്കറിൽ വേവാനായിട്ട് വയ്ക്കാം. 3 വിസലിൽ നമ്മുടെ പരിപ്പ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനിച്ചട്ടി ചൂടാകാൻ വെക്കാം. 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്യാബേജ്, സവാള, പച്ചമുളക് മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് തേങ്ങ ചിരകിയത് വേണം, അപ്പോൾ അതും കൂടെ റെഡിയാക്കി വയ്ക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വയ്ക്കാം. മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് വേവിക്കുന്ന സമയത്ത് നമുക്കൊരു 1/2 കപ്പോളം തേങ്ങ ചിരകിയതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ക്യാബേജ് മാത്രം വെച്ചാലും ചിലർക്ക് ഇഷ്ടമാവണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ ചെയ്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിൻ്റെ കൂടെ പപ്പടം മാത്രം മതി നമുക്ക് ചോറിനാൻ, വേറെ കറിയൊന്നും വേണമെന്നില്ല. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ പരിപ്പ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ക്യാബേജ് ഏകദേശം വെന്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മാത്രം മതി. നല്ല ടേസ്റ്റാണ്. പരിപ്പും ക്യാബേജും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 2 മിനിറ്റ് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണം. കറിവേപ്പില ഉള്ളവർ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ അന്നേരം ഉണ്ടായിരുന്നില്ല, അതാണ് കേട്ടോ വിട്ടുപോയത്. ക്യാബേജ് ഇഷ്ടമില്ലാത്തവർക്കും ഈ രീതിയിൽ വെച്ച് കൊടുത്താൽ തീർച്ചയായും ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.